പ്രാർത്ഥന, സമയം, പണം ഇവ മൂന്നും വളരെ പ്രധാനപ്പെട്ട വസ്തുക്കളാണ് നമ്മുടെ ജീവിതത്തിൽ. അതിൽ എൻ്റെ ഒരു നീലത്തിരി കത്തിച്ചിട്ടാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്. പിന്നെ കൊന്തയായിരുന്നു എനിക്കുള്ളൊരു പിടിവള്ളിയായിട്ട് എനിക്ക് കിട്ടിയത്. ഞായറാഴ്ച ആദ്യത്തെ പരിപാടി നേരെ ആ കാണുന്ന പള്ളിയിലേക്ക് പോകുക എന്നുള്ളതാണ്. കുറച്ച് നടക്കാനുണ്ട്. നടക്കണ വഴിക്ക് എൻ്റെ ജീവിതം നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ആയാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് കുട്ടികളുണ്ടാവാത്ത ഒരു ദമ്പതികൾക്ക് ഒരു 7-8 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി കിട്ടിയ പോലെയാണ് എനിക്കിപ്പോൾ കിട്ടിക്കണ ഈ ജീവിതവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്താണെന്ന് അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് പറയാം. അത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് പറയണ ഒരു കാര്യമല്ല. കാരണം എനിക്കിവിടെ മലയാളത്തിൽ പറയാനായിട്ട് നിങ്ങളേ ഉള്ളൂ. കാരണം ഇവിടെ എൻ്റെ കൂടെ ഉള്ളത് 3 പേര് ഹിന്ദിക്കാരാണ്. പിന്നെ ഉള്ളത് ബാക്കിയൊക്കെ ഗ്രീക്കാണ്. ഗ്രീക്ക് പിന്നെ നമ്മൾ പഠിച്ച് സമയമെടുക്കും പഠിച്ച് വരാനായിട്ട്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വേണ്ടിയും പറയാനും നിങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു നല്ല പ്ലാറ്റ്ഫോമായിട്ട് തോന്നി. അതേപോലെ യൂറോപ്പിലേക്ക് വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ഞാൻ വന്ന വഴികളും ചവിട്ടി നടന്ന പാതകളൊക്കെ പിന്തുടരാം. കാരണം അത് ഒരു അത്യാവശ്യമാണ് ഇവിടേക്കൊക്കെ എത്തണമെങ്കിൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കാമല്ലോ നമുക്ക്. പിന്നെ വലിയ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒന്നും ഉണ്ടാവില്ല വീഡിയോയ്ക്ക്. ചെറിയൊരു മൊബൈലിൽ നിന്നാണ് ഞാനിതൊക്കെ ചെയ്യണത്. പിന്നെ നമുക്കവിടെ ഇങ്ങനെ വലിയ സ്റ്റുഡിയോയും സെറ്റപ്പൊന്നുമില്ല. അപ്പോൾ ഉള്ള സൗകര്യങ്ങളിലാണ് ചെയ്യണത്. അപ്പോൾ കാഴ്ചക്കാർക്ക് അരോചകത്വം ഇല്ലാത്ത രീതിയിൽ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നടക്കും നോക്കാം. അപ്പോൾ ഇന്ന് ഇതാണ് കൂമ്പല്. ഇവിടെ 1 കിലോ കൂമ്പലിന് 3 യൂറോ ആണ്. അതായത് നാട്ടിലത്തെ 300 രൂപയാണ്. ഇത് കപ്പക്കിഴങ്ങാണ്. ഇതിനകത്ത് 2 കിലോ കൊള്ളിക്ക് ഏതാണ്ട് 600 രൂപയാണ്. നാട്ടിലത്തെ 300 രൂപയാണ് 1 കിലോയ്ക്ക് ഇവിടെ വില. ഇവിടെ ഇതിൻ്റെ പൗഡറാണ് അവർ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മളത് മേടിച്ച് റൂമിൽ കൊണ്ടുവന്ന് പുഴുങ്ങി ഇവരൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല, ഹിന്ദിക്കാരല്ല. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കഴിച്ച് റെഡിയാക്കി അവർക്കും കൊടുക്കും. നമ്മുടെ വിഭവങ്ങളൊക്കെ അവർ ഭംഗിയായിട്ട് കഴിക്കും. അപ്പം അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിയാണ്. ഇനി നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് പോകണം. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ പറയാം. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം. ബൈ.